കാണുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ടെറൈനും നമ്മുടെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ടോയ്ലറ്റുകളും നമ്മുടേത് അതിൻ്റെ പിറ്റുകളും നമ്മൾ ശരിക്കും സെപ്റ്റിക് ടാങ്കിൻ്റെ രീതിയിലുള്ളതല്ല. പിന്നെ നമ്മുടെ ഭൂമിക്കടിയിലുള്ള നീരൊഴുക്കും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ ഇതും കിണറുമൊക്കെ സമ്പർക്കത്തിന് വളരെയധികം സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം കഴിഞ്ഞ 5 മാസത്തിനിടെ 8 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. 3000-ലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയോരത്ത് മഞ്ഞപ്പിത്ത ബാധിതർ കൂടുന്ന സാഹചര്യമാണുള്ളത്. യോഗത്തിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി സെപ്റ്റിക് ടാങ്കുകളും കുടിവെള്ള സ്രോതസ്സുകളും തമ്മിൽ കലരുന്നതാണ് രോഗത്തിന് മുഖ്യ കാരണം. മഴക്കാലം വരുന്നതോടെ വ്യാപനം കൂടാനാണ് സാധ്യതയെന്നും ഇതിന് തടയിടാനാണ് ശ്രമിക്കേണ്ടതെന്നും DMO പറഞ്ഞു. ഇനി ഒരു മഴ വരുമ്പോഴത്തേക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അതും വളരെ നമ്മൾക്ക് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ്. മഴ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കിണറുകളിലൊക്കെ വെള്ളം നിറയുന്നത് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു നീരൊഴുക്കിൻ്റെ സാധ്യതയും ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് അസുഖങ്ങൾ കൂടി ഉള്ളവർക്കാണ് രോഗം ഗുരുതരമാകുന്നതെന്നും ഇവരുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും DMO അറിയിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ സുബിൻ, മാസ് മീഡിയ ഓഫീസർമാരായ K രാജു, KM ഫസൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.